ജെറമ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 48-ാം അധ്യായം 1 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങൾ. മോവാബ്യർക്കെതിരെ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് മോവാബിനെ കുറിച്ച് അരുളിച്ചെയ്യുന്നു. നോബായ്ക്ക് ദുരിതം, അത് ശൂന്യമായിരിക്കുന്നു. അന്യാധീനമാക്കിയാൽ കിരിയാത്തീം ലജ്ജിക്കുന്നു. കോട്ട അപമാനിതമായി, അത് തകർക്കപ്പെട്ടു. മോവാബിന്റെ പ്രശസ്തി അസ്തമിച്ചു. ഹെഷ്ബോണിൽ വെച്ച് അവർ ദുഷ്ടത നിരൂപിച്ചു. വരിക, ഒരു ജനതയാകാതെ നമുക്കവളെ വിച്ഛേദിക്കാം. ഭ്രാന്തന്മാരെ, നിങ്ങളും നിശബ്ദരാക്കപ്പെടും. വാൾ നിങ്ങളെ പിന്തുടരും. ഇതാ, ഹെറോണയിൽ നിന്ന് ഒരു വിലാപസ്വരം, ശൂന്യത, ഭീകരനാശം. മോവാബ് നശിച്ചു. സോവാർ വരെ രോദനം മുഴങ്ങുന്നു. അവർ കരഞ്ഞുകൊണ്ട് ലൂഹിത് കയറ്റം കയറുന്നു. ഹൊറോണായിം ഇറക്കത്തിൽ അവർ നാശത്തിന്റെ ആർത്തനാദം കേട്ടു. ഓടി രക്ഷപ്പെടുവിൻ, മരുഭൂമിയിലെ കാട്ടുകഴുതിയെ പോലെ ഓടുവിൻ. കോട്ടകളിലും ധനത്തിലും നീ ആശ്രയിച്ചു, നീയും പിടിക്കപ്പെടും. കെമോഷ് ദേവൻ പ്രവാസിയാകും, ഒപ്പം അവന്റെ പുരോഹിതന്മാരും പ്രഭുക്കളും. കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരം തോറും സംഹാരകൻ വരും. ഒരു പട്ടണവും രക്ഷപ്പെടുകയില്ല. താഴ്വരകൾ തകർക്കപ്പെടും, സമതലങ്ങൾ നശിക്കും. മോവാബിന് ചിറക് നൽകുവിൻ, അവൾ പറന്നു പോകട്ടെ. അവളുടെ നഗരങ്ങൾ ശൂന്യമാകും, അതിലാരും വസിക്കുകയില്ല. കർത്താവിന്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ, വാളുകൊണ്ട് രക്തം ചൊരിയാത്തവൻ ശബ്ദൻ. മദ്യത്തിന്റെ മട്ടിൽ പുതഞ്ഞ് മോവാബ് യൗവനം മുതൽ സ്വസ്ഥമായിരിക്കുന്നു. പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് അത് പകർന്നില്ല. പ്രവാസത്തിലേക്ക് പോയതുമില്ല. അതിന്റെ രുചിക്കോ ഗന്ധത്തിനോ മാറ്റം വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, പകരുന്നവരുടെ കയ്യിൽ അത് ഞാൻ ഏൽപ്പിക്കും. അവർ ആ പാത്രങ്ങൾ ശൂന്യമാക്കും, ഭരണികൾ ഉടച്ചു കളയും. ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരുന്ന ബഥേലിനെ കുറിച്ച് ഇസ്രായേൽ ഭവനം ലജ്ജിച്ചതുപോലെ കെമോഷിനെ കുറിച്ച് മോവാബും ലജ്ജിക്കും. വീരന്മാരും ശക്തന്മാരുമായ യോദ്ധാക്കളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അഭിമാനിക്കാൻ കഴിയും? സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് അരുളി ചെയ്യുന്നു, മോവാബിന്റെയും അവന്റെ നഗരങ്ങളുടെയും സംഹാരകൻ വന്നെത്തിയിരിക്കുന്നു. അവന്റെ യുവാക്കളിൽ വീരന്മാർ വധത്തിനേൽപ്പിക്കപ്പെടുന്നു. മോവാബിന്റെ നാശം സമീപിക്കുന്നു. അവന്റെ യാതന പാഞ്ഞെത്തുന്നു. അവന് ചുറ്റുമുള്ളവരെ, അവന്റെ നാമം അറിയുന്നവരെ, അവനെ ഓർത്ത് വിലപിക്കുവിൻ. അവന്റെ ശക്തവും ശ്രേഷ്ഠവുമായ ചെങ്കോൽ തകർന്നുവല്ലോ. ദീബോൻ നിവാസികളെ, ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വരിക, വരണ്ടു വീണ്ട നിലത്തിരിക്കുക. മോവാബിന്റെ സംഹാരകൻ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ കോട്ടകൾ തകർത്ത് കളഞ്ഞു. അരോവേർ നിവാസികളെ, വഴിയരികിൽ വന്ന് ചുറ്റും നോക്കുക. പലായനം ചെയ്യുന്നവനോടും ഓടി രക്ഷപ്പെടുന്നവനോടും എന്ത് സംഭവിച്ചെന്ന് ആരായുക. മോവാബ് തകർന്നു, അവൾ അപമാനിതയായിരിക്കുന്നു. അതിനാൽ വിലപിക്കുക, കരയുക. മോവാബ് ശൂന്യമായെന്ന് അർണോൻ തീരത്ത് വിളിച്ചു പറയുക. പീഠഭൂമി, ഹോളോൻ, ജാഹ്സ, മെഫാത്ത്, ദീബോൻ, നേബോ, ബദ്ബിദ്, ലാത്തയീം, കിരിയാത്തീം, ബദ്ഗാമുൽ, ബെൽയോൺ, കെരിയോത്ത്, ബസ്ര, ഇവയുടെ മേൽ ന്യായവിധി വന്നിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള എല്ലാ മോവാബ്യ നഗരങ്ങളുടെയും മേൽ ന്യായവിധി നിബന്ധിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, മോവാബിന്റെ കൊമ്പ് വിച്ഛേദിക്കപ്പെടും, കരം തകർന്നു. കർത്താവിനെതിരെ തന്നെത്താൻ ഉയർത്തിയതിനാൽ മോവാബിനെതിരെ ഉന്മത്തനാക്കുക. അവൻ ഛർദ്ദിയിൽ കിടന്നുരുളട്ടെ, അവനും അവമാനിതനാകട്ടെ. ഇസ്രായേൽ നിനക്ക് നിന്ദാപാത്രമായിരുന്നില്ലേ? അവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പുച്ഛിച്ച തലയാട്ടാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരുന്നു. മോവാബ് നിവാസികളെ, നഗരങ്ങൾ വിട്ടകലുവിൻ, പാറക്കെട്ടുകളിൽ വാസമുറപ്പിക്കുവിൻ. ഗൃഹപ്രാശ്യങ്ങളിൽ കൂടുകെട്ടി പ്രാവുകളെ പോലെ കഴിയുവിൻ. മോവാബിന്റെ അഹംഭാവം ഞങ്ങൾ അറിയുന്നു. എന്തൊരഹങ്കാരം, എന്തൊരു നാട്യം, എന്തൊരു ഗൗർവ്! അവന്റെ ഔദ്ധ്യം ഞാൻ അറിയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു,
അവന്റെ പൊങ്ങച്ചവും പ്രവൃത്തിയും വ്യാജമാണ്. മോവാബിനെ കുറിച്ച് ഞാൻ വിലപിക്കുന്നു, മോവാബ്യരെ ഓർത്ത് ഞാൻ നിലവിളിക്കുന്നു. കിർഹരേസരെ പ്രതി അവർ ദുഃഖിക്കുന്നു. സിബ്മായുടെ മുന്തിരിവള്ളി ജാസറിനെ ഓർത്ത് എന്നതിനേക്കാളേറെ ഞാൻ നിന്നെ കുറിച്ച് വിലപിക്കുന്നു. നിന്റെ ശാഖകൾ കടൽ കടന്ന് ജാസർ വരെ എത്തി. നിന്റെ വേനൽക്കനികളെല്ലാം മുന്തിരിവിളകളെയും വിനാശകൻ ആക്രമിക്കുന്നു. ഫലസമൃദ്ധമായ മോവാബിൽ നിന്ന് ആനന്ദവും ആഹ്ലാദവും പോയി മറിഞ്ഞു. മുന്തിരിച്ചക്കിൽ നിന്ന് വീഞ്ഞ് ഒഴുകുന്നില്ല. ആർപ്പ് വിളിയോടെ ആരും ചക്ക് ചവിട്ടുന്നില്ല. ആർത്തനാദമാണ് ഉയരുന്നത്. ഹെഷ്ബോണും എലിയാലയിലും നിലവിളിക്കുന്നു. യഹോസരെ അവരുടെ ശബ്ദം മുഴങ്ങുന്നു. സോവാർ മുതൽ ഹെറോണിയായും എഗ്ലാദ് ഷിയ വരെയും അത് കേൾക്കുന്നു. നിമ്രീം ജലാശയങ്ങളും ശൂന്യമായിരിക്കുന്നു. മോവാബിലെ പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്യുന്നവർക്ക് ഞാൻ അന്ത്യം വരുത്തും. കർത്താവ് അരുളിച്ചെയ്യുന്നു. എൻ്റെ ഹൃദയം ഓടക്കുഴൽ എന്ന പോലെ കിർഹരേസരെയും മോവാബ്യരെയും ഓർത്ത് വിലാപസ്വരം ഉതിർക്കുന്നു. അവരുടെ സമ്പത്ത് നശിച്ചല്ലോ. എല്ലാവരും ശിരസ് മുണ്ടനം ചെയ്ത് താടി ക്ഷൗരം ചെയ്ത് കരങ്ങൾ വ്രണപ്പെടുത്തി അരയിൽ ചാക്കൊടുത്തു. മോവാബിന്റെ പുരമുകളിലും ചന്തസ്ഥലങ്ങളിലും വിലാപമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. എന്തെന്നാൽ ആർക്കും വേണ്ടാത്ത പാത്രം എന്ന പോലെ മോവാബിനെ ഞാൻ ഉടച്ചു. കർത്താവ് അരുളിച്ചെയ്യുന്നു. മോവാബ് നിശേഷം നശിച്ചു. അവർ എത്ര വിലപിക്കുന്നു. മോവാബ് ലജ്ജിച്ച് പിന്തിരിയുന്നു. ചുറ്റുമുള്ള ആളുകളിൽ നിന്നെയും ഭീതിയും ഉളവാക്കുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു. കഴുകനെ പോലെ അതിവേഗം ഒരാൾ പറന്നു വരും. അവൻ മോവാബിനെതിരെ ചിറകു വിടർത്തും. നഗരങ്ങൾ അവന് അധീനമാകും. കോട്ടകൾ പിടിക്കപ്പെടും. ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ മോവാബിലെ വീരന്മാർ വേദനിക്കും. മോവാബ് നശിക്കും. അതൊരു ജനതയല്ലാതാകും. അവൻ കർത്താവിന്റെ മുൻപിൽ തന്നെത്താൻ ഉയർത്തിയല്ലോ. മോവാബ്യരെ, നിങ്ങളുടെ മുൻപിൽ ഇതാ ഭീതിയും കുഴിയും കെണിയും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നവൻ കുഴിയിൽ പതിക്കും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽപ്പെടും. മോവാബിന്റെ ശിക്ഷാവർഷത്തിൽ ഞാൻ ഇവ അവരുടെ മേൽ വരുത്തും. ഓടിപ്പോയർ ഹെഷ്ബോണിലെ നിന്റെ നിഴലിൽ ദുർബലരായി നിന്നു. ഹെഷ്ബോണിൽ നിന്ന് ഒരു തീ പുറപ്പെട്ടു. സീഹോന്റെ ഭവനത്തിൽ നിന്ന് ഒരു ജ്വാല. ഇത് മോവാബിന്റെ നെറ്റിത്തടം തകർത്തു. കലാപകാരികളുടെ ശിരസ് തകർത്തു. മോവാബേ, നിനക്ക് ദുരിതം. കെമോഷിന്റെ ജനം നിർജീവമായി. നിന്റെ പുത്രന്മാർ അടിമകളായി. നിന്റെ പുത്രിമാർ പിടിക്കപ്പെട്ടു. അവസാന നാളുകളിൽ ഞാൻ മോവാബിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അതുവരെയായിരിക്കും മോവാബിന്റെ ശിക്ഷ.